നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം അടിച്ചിറയിലെ പ്രവാസി മലയാളിയുടെ ദുരൂഹമരണ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. അടിച്ചിറ സ്വദേശി ലൂക്കോസിനെ വീടിന്റെ കിടപ്പുമുറിയിൽ കഴുത്തു മുറിച്ച മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. വിദേശത്തായിരുന്ന ലൂക്കോസ് മാസങ്ങൾക്ക് മുൻപാണ് മടങ്ങിയെത്തിയത്. ആത്മഹത്യയാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനമെങ്കിലും കഴുത്തിലെ മുറിവിന്റെ ആഴം കൊലപാതക സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, പോലീസ് ആദ്യം അവിടെ എത്തിയപ്പോൾ ഒരു ആത്മഹത്യയാണ് ഈ മരണകാരണം എന്നൊരു നിഗമനത്തിലാണ് എത്തിയത്. പക്ഷേ ഈ മുറിവിന്റെ ആഴം വളരെ കൂടുതലാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം? ഈ കൊലപാതക സാധ്യതയിലേക്കും പോലീസ് എത്താനുള്ള, ആ രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കും എത്താനുള്ള കാരണം എന്താണ്? ടോം, ഇന്ന് പുലർച്ചെ 5:30 ഭാര്യ ലിൻസി ലൂക്കോസിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മകനെയും വീട്ടു സമീപത്തുള്ളവരെയൊക്കെ അയൽക്കാരെയും ഒക്കെ വിളിക്കുകയും ഇവരാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കഴുത്തിലെ മുറിവ് അല്പം ആഴത്തിലാണ്. അതുകൊണ്ടാണ് പോലീസിന് ഇത്തരത്തിലൊരു സംശയമുണ്ടായത്. ഒപ്പം ഈ മൃതദേഹത്തിന്റെ സമീപത്ത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ആദ്യം ആത്മഹത്യയാണെന്ന് തോന്നിയെങ്കിലും ഈ കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് പോലീസിന് സംശയം ഉദിച്ചിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായത് സമീപവാസികൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് ലൂക്കോസ് വിദേശത്തായിരുന്നു. അബുദാബിയിലെ ഒരു ഓയിൽ കമ്പനിയിലെ എഞ്ചിനീയറാണ്. കഴിഞ്ഞ മാസം മെയ്യിലാണ് നാട്ടിലേക്ക് വന്നത്. ആ സമയത്ത് തന്നെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ വീട്ടിൽ നിന്നും ബഹളം കേൾക്കാറുണ്ടായിരുന്നു. മകനും ഭാര്യയുമായൊക്കെ വളരെ കുറച്ച് നാളുകളായി ചില കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിന്നിരുന്നു. അതാണ് കുടുംബക്കാർ സമീപത്തുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതും പോലീസ് ഒരു സംശയത്തിന് ആഴം കൂട്ടുന്നുണ്ട്. ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യമാണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഈ ഒരു കുടുംബ പ്രശ്നമാണ് ഇപ്പോൾ സമീപവാസികളൊക്കെ പറയുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണ്ടി വരുന്നതും കൂടിയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ 5:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. നാളെ ലൂക്കോസിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. അത് കണ്ണൂരിൽ വെച്ചാണ്. അപ്പൊ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഈ കുടുംബം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ കുടുംബത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം വന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ലൂക്കോസിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവാണ് ഇത്തരത്തിലൊരു സംശയത്തിലേക്ക് പോലീസിനെയും നയിച്ചിരിക്കുന്നത്. മരണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ലൂക്കോസിന്റെ ഭാര്യയും മകനും ആ വീട്ടിലുണ്ടായിരുന്നു. അവരൊന്നും ഈ രാത്രിയിൽ സംഭവം അറിഞ്ഞില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോഴാണോ ഈ പിതാവ്, അതായത് ഈ ലൂക്കോസ് മരിച്ചു കിടക്കുന്ന വിവരം ഇവരറിയുന്നത്? അതെ, പുലർച്ചെ 5:30 ഭാര്യ കിടപ്പുമുറിയിൽ നോക്കിയപ്പോൾ ലൂക്കോസിനെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷെ ആ സമയത്ത് മകനും ഭാര്യയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർ 3 പേരുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇവരാരും അറിഞ്ഞിരുന്നില്ല. ഭാര്യ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ലൂക്കോസിനെ മരിച്ചതായി കണ്ടെത്തിയത്. ഇതും ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ സ്വയം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതും കിടപ്പുമുറിയിൽ എന്തുകൊണ്ട് ഭാര്യ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ശബ്ദമൊന്നും പുറത്തു വന്നില്ല എന്നുള്ളൊരു ദുരൂഹതയും ഒക്കെ കൂട്ടുന്നുണ്ട്. അതിലൊക്കെ ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസ് ആ ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭാര്യ ആദ്യം മകനെയും പിന്നീട് സമീപത്തുള്ളവരെയുമാണ് വിളിച്ച് വരുത്തുകയും ചെയ്തത്. സമീപത്തുള്ളവരെല്ലാം ഇത് കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആഴത്തിലുള്ള ഒരു മുറിവാണ് പോലീസിന് സംശയം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ഇനി വിശദമായിട്ടുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ഒരു ആത്മഹത്യയാണോ, അത് ഏതെങ്കിലും കൊലപാതകമാണോ എന്നുള്ളതാണ് അടുത്ത സംശയം. എന്തായാലും പോലീസിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമേ ഇതിലൊരു സ്ഥിരീകരിക്കുന്ന വിവരം ഉണ്ടാകുകയുള്ളൂ. സമീപവാസികൾ പറയുന്നത് കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ഒരു കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. വീട്ടിൽ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവർ കേൾക്കുന്നതുമാണ്. ഇനി അതാണോ, അത്തരത്തിലുള്ളൊരു കുടുംബ പ്രശ്നമാണോ ഇത്തരത്തിലുള്ള ആത്മഹത്യയ്ക്ക് വഴിവെച്ചത്, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്, ഇനി കണ്ടെത്തേണ്ടത്. ടോം.
നവമി, എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും ഒരു കൊലപാതകമാണെങ്കിൽ അതിനിടെ മറ്റ് ബലപ്രയോഗങ്ങളോ മറ്റൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആത്മഹത്യയാണെങ്കിൽ അവിടെ ഒരു ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തേണ്ട ആ ഒരു നീക്കങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും, അതായത് ആ കിടപ്പ് മുറിയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലും ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള സാധ്യതകളിലും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? വീട്ടിലെ എല്ലാ വിധത്തിലുള്ള പരിശോധനയും പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതുവരേക്കും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം നാളെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്ക് ഇവർ പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ വീട്ടിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ലൂക്കോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതും പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. ഒപ്പം തന്നെ സമീപവാസികൾ പറയുന്നുമുണ്ട്, വീട്ടിൽ ഇത്തരത്തിലുള്ളൊരു കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു, അവിടെ നിന്ന് ചില വാക്ക് തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കാറുണ്ടെന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പോലീസിന്റെ സംശയം കൂട്ടുന്നതും. ഒരു ആത്മഹത്യ ആണോ അതോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു വിവരം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ലൂക്കോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി പോലീസും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീട്ടിലും പരിശോധനകളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇതുവരെയും ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം മകനെയും ഭാര്യയെയും പോലീസ് ഇവരോട് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം ലൂക്കോസിന് നിലനിന്നിരുന്നോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ലൂക്കോസിനെ വീട്ടിലെ മുറിയിൽ, കിടപ്പുമുറിയിൽ കഴുത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ഒരു വിദേശ കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. ലൂക്കോസ് വിദേശത്തായിരുന്നു. കഴിഞ്ഞ മെയ്യിലാണ് നാട്ടിലെത്തിയത്. വിദേശത്തൊരു ഓയിൽ കമ്പനിയിലെ ജീവനക്കാരനാണ്. അപ്പോൾ അതും കഴിഞ്ഞ മെയ്യിലാണ് നാട്ടിലെത്തുകയും ചെയ്തത്. കുടുംബത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് സമീപവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു വിഷമത്തിലാണോ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു കൊലപാതകത്തിലേക്കുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം എന്തുകൊണ്ട് ഭാര്യയും മകനുമൊക്കെ ഇതിന്റെ ശബ്ദം കേട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ സംശയത്തിലുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇനി വരാനിരിക്കുന്നത്. അതിനിടയിൽ തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വീട്ടിലുള്ളവരുടെയും സമീപവാസികളുടെ ഒക്കെ മൊഴിയെടുക്കുന്നുണ്ട്. ഒപ്പം ആത്മഹത്യാ കുറിപ്പ് വല്ലതും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുമില്ല. വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ പല ദുരൂഹതകളുമുണ്ട്. ആത്മഹത്യയാണെങ്കിൽ ഈ മരണസമയത്ത് ഈ ലൂക്കോസ് മറ്റു ബഹളം വെച്ചിരുന്നോ? അതെന്തുകൊണ്ട് ഭാര്യയും മകനും കേട്ടില്ല? കൊലപാതകമാണെങ്കിൽ അവിടെയും ഒരു ബലപ്രയോഗമൊക്കെ നടന്നിരിക്കണം. അത്തരമൊക്കെ സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും കുടുംബ പ്രശ്നം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ലൂക്കോസിനും കുടുംബത്തിനുമിടയിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. നാട്ടുകാരും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. അതാണോ മരണകാരണം? സാമ്പത്തികമായി നല്ല നിലയിലുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ആകില്ല ആത്മഹത്യയിലേക്ക് നയിച്ചത്. കുടുംബ പ്രശ്നമാകാം, അതല്ലെങ്കിൽ കൊലപാതക സാധ്യതയും പോലീസ് പരിശോധിക്കുകയാണ്. കൊല്ലത്ത് മറ്റൊരു കുടുംബത്തിലുണ്ടായ ദുരന്തമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കൊല്ലം പട്ടത്ത്